ഇത് മുളക് പൊടി ഉപ്പും ഇതൊക്കെ കായം വറുത്ത് പൊടിച്ചതൊക്കെ പാടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ വെച്ചതായിരുന്നു. അപ്പോൾ നല്ല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറേശ്ശായിട്ട് മിക്സ് ചെയ്യാം. ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കണ്ട, കുറേശ്ശെ മിക്സ് ചെയ്യാം. കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ കാണുമ്പോൾ മുളക് പൊടി കൂടുതൽ ഇങ്ങനെ ആയി എന്നൊക്കെ തോന്നും. പക്ഷെ കറക്റ്റായിരിക്കും. എരിവൊക്കെ പാകത്തിനേ ഉണ്ടാവുള്ളൂ, അധികമായിട്ടൊന്നും ഉണ്ടാവില്ല. ഒക്കെ നെല്ലിക്കയിൽ പിടിച്ച് വരുമ്പോഴേക്കും മുളക് പൊടി കറക്റ്റായിരിക്കും കേട്ടോ. അധികമൊന്നും ഉണ്ടാവില്ല. കാണുമ്പോൾ എരിവ് കൂടുതലല്ലേ എന്നൊക്കെ ഇങ്ങനെ തോന്നുള്ളൂ. എരിവൊന്നും തീരെ ഉണ്ടാവില്ല നല്ല പാകത്തിനുണ്ടാവും. അധികമാവില്ല. നല്ലെണ്ണ എല്ലാം പിടിക്കാൻ വേണ്ടി നല്ല മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കാണുന്ന മാതിരി ആവില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും അത് നല്ല ഒന്ന് പാകമായി കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഒന്ന് നല്ലെണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ വേറെ സ്ട്രക്ചറായി മാറുന്നത്. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു അങ്ങനെ എന്തായിരിക്കണേ വിചാരിക്കണം. ഇതിപ്പോൾ നാളെയാണ് നമ്മൾ ബോട്ടിൽ നിന്ന് വൈകുന്നേരം ബോട്ടിലാക്കി വെക്കും. അപ്പോൾ ആ സമയത്ത് കാണിച്ചു തരും. നാളെയാണ് ഇപ്പോൾ ഇതിലൊക്കെ പിടിക്കുള്ളൂ. എന്നിട്ട് ബോട്ടിലാക്കിയിട്ടേ കാര്യമുള്ളൂ. ഒരു ദിവസം അങ്ങനെ വെക്കണം. ഇന്നിപ്പോൾ നാരങ്ങ ഉണ്ടാക്കി, നെല്ലിക്ക ഉണ്ടാക്കി, ഇനി ചെത്തുമാങ്ങയും കൂടി ഉണ്ടാക്കാണ്ട് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ നെല്ലിക്ക, നാരങ്ങ, കടുമാങ്ങ, ചെത്തുമാങ്ങ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ഓർഡർ അനുസരിച്ച് അപ്പപ്പോഴേ ഉണ്ടാക്കി നമ്മൾ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അച്ചാർ വേണമെങ്കിൽ ഓർഡർ ചെയ്യണം. നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ.